നീ ഓരോ നിമിഷം പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. ആര് പ്രശ്നം ഉണ്ടാക്കിയെന്നേ ഈ പറയുന്നേ? കണ്ടവളുമാരെയൊക്കെ ഈ റൂമിൽ കിടത്താൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. കണ്ടവളുമാര്? അതെ. ചാരുമോൾ ആകാശന്റെ ഭാര്യ. എന്താ ആകാശം നിന്റെ മോനല്ലേ? അമ്മേ, കല്യാണത്തിന് മുമ്പ് അമ്മ പറഞ്ഞല്ലോ ഈ റൂം ഐശ്വര്യമുള്ളതാണ്, ഇത് ചാരുവിന് കൊടുക്കാന്നൊക്കെ. ആണോ? അന്ന് എനിക്ക് അങ്ങനെ തോന്നി. എന്നിട്ടിപ്പ എന്താ? എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നില്ല. എന്തേ? അതെ, ഇവക്കിപ്പോ അങ്ങനെ തോന്നുന്നേ. കാരണം അന്ന് ഇവളുടെ മനസ്സിൽ ഇത് ഒരിക്കലും നടക്കാത്ത കല്യാണമായിരുന്നല്ലോ. അച്ഛാ, വഴക്ക് വേണ്ട. നീ മിണ്ടായിരുന്നേ. നീ ഇപ്പൊ ഞെളിഞ്ഞ് ചാരി നിൽക്കുന്ന ഈ കട്ടിലുണ്ടല്ലോ, അത് നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടൊന്നല്ല, പാരമ്പര്യമായിട്ട് ഈ വീട്ടിലുള്ളതാ. ഈ മുറിയില എന്റെ അച്ഛനുമേ സന്തോഷത്തോടെ ജീവിച്ചത്. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ അച്ഛൻ ഈ മുറി നമുക്ക് വേണ്ടി ഒഴിഞ്ഞു. ഇപ്പൊ ഇത് ആകാശനും ചാരുമോക്കും അവകാശപ്പെട്ടത് തന്നെയാ. നിനക്ക് വേണേ ഇറങ്ങിപ്പോവാ. ഈ മുറിയിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ. ഇറങ്ങിപ്പോവാൻ. എന്നെ ചൊല്ലി നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട. ഇത് നിന്നെ ചൊല്ലുള്ള വഴക്കൊന്നും അല്ല മോളെ. ഇവൾ ഈ വീട്ടിൽ കയറി വന്നപ്പോ മുതൽ തുടങ്ങിയതാ. അശ്വതി, ഈ മുറി ഒന്ന് വൃത്തിയാക്കി കൊടു. അനുമോളെ വാ, നമുക്ക് പോയി സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ട് വരാം. ശരി. ബാല, ഇപ്പൊ തന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു? ചാരുമോളും ആകാശമോനും. അറിയാൻ ഗോവിന്ദ, അവരുടെ മനസ്സുകൾ തമ്മിൽ അടുത്തിട്ടില്ല. അതിന് സമയമെടുക്കുന്നറിയാം. പക്ഷേ അവർ പരസ്പരം മാറി നിൽക്കും തോറും മനസ്സുകൊണ്ടെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ആകാശിനേക്കാൾ നന്നായി ചാരുമോളെ എനിക്കറിയാം. എന്റെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയ അവൾ ആകാശന്റെ കൂടെ ഇരിക്കുന്നത് പോലും. അവൾക്കെന്നല്ല, ഒരു പെണ്ണിനും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമില്ല ഇതൊക്കെ. കുറച്ച് കാത്തിരുന്നാലും ആകാശം ചാരുമോളും സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്ക് കാണണം. ആ മുറിക്കുള്ളവർ അകൽച്ചയോടെയായിരിക്കും ജീവിക്കുന്നത്. എന്നാലും ആകാശന് ചാരുമോളുടെ സാന്നിധ്യവും ചാരുമോൾക്ക് ആകാശന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോ അധികം വൈകാതെ അവർ തമ്മിലുള്ള അകൽച്ചയില്ലാതാവും. മാറ്റങ്ങളെല്ലാം അംഗീകരിക്കാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിട്ടുള്ളതല്ലേ? അത് നമുക്ക് മനസ്സിലാവും ബാല. അവരെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കാനാ നമ്മൾ നോക്കേണ്ടത്. ചാരുമോളും ആകാശമോനും നല്ല ജോഡികളാ. അതെ ഗോവിന്ദ, ഉണ്ടാവും, ഉണ്ടാവണം. താഴന്നു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തരിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. രമേശ് ചേട്ടാ, ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? നല്ല രസമുണ്ടല്ലോ. ഇതൊന്നും ആരും പഠിപ്പിച്ചതല്ല ചൂട്ടി, കണ്ടുപഠിച്ചതാ. പണ്ട് ഞാൻ നിനക്ക് ഇതുപോലെ ഒരുപാട് ഹാർട്ട് വെച്ച് കത്തെഴുതിയിട്ടുണ്ടല്ലോ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോ? എങ്കിൽ മണിയറ റെഡിയാണ്. ഒന്ന് പോ. ഷുഗറേ 400 മുകളിലാ. ഇതെടുത്ത് വിഴുങ്ങിട്ട് വേണം വീണ്ടും കൂടെ. അതെ, ഷുഗർ ക്രിക്കറ്റ് സ്കോർ ഒന്നുമല്ല.
ഞാനിപ്പോ നശിപ്പിച്ചേനെ. നീ ആ മൂടങ്ങ് കളഞ്ഞു. എനിക്ക് നിന്നോട് എപ്പോഴൊക്കെ റൊമാൻസ് തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ ഷുഗറിന്റെ കാര്യം പറഞ്ഞു എന്റെ മൂഡ് കളയും. അതെ, എല്ലാം ഒരുക്കി കഴിഞ്ഞല്ലോ. ആ, വന്നേ, അച്ചൂട്ടി ഇങ്ങ് വരാൻ. നടക്കങ്ങോട്ട്. വാ വാ വാ, അച്ചൂട്ടി. നടക്കാൻ. ചാരു, ഇപ്പൊ എന്താ മനസ്സില്? അമ്മ പറഞ്ഞ കാര്യങ്ങളാണോ അതോ? അതൊന്നും അല്ല അശ്വ ചേച്ചി. സന്തോഷമുള്ള കാര്യങ്ങളല്ലല്ലോ എന്റെ ജീവിതത്തിൽ നടന്നത്. അരവിന്ദേട്ടൻ ചേച്ചിയോട് കാണിച്ചത് എന്തായാലും ചതിയായി പോയി. എല്ലാം എന്റെ ഭാഗ്യദോഷം. ചെറുപ്പം മുതലേ അങ്ങനെയാ. കുടിച്ചിട്ട് വന്ന് എന്നും അമ്മയായിട്ട് വഴക്കായിരുന്നു അച്ഛൻ. അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടേണ്ട സമയത്ത് അച്ഛൻ തന്നെ അമ്മയെ ഇല്ലാതാക്കി. ആരുമില്ലാതെ ഒറ്റപ്പെട്ടപ്പോ ബാലമാമനായിരുന്നു എനിക്കെല്ലാം. എന്റെ സങ്കടങ്ങൾ പറഞ്ഞു ചേർത്ത് പിടിക്കാൻ എനിക്കെന്റെ ബാലമാമ ഉണ്ടായിരുന്നുള്ളൂ. വലുതായപ്പോ എനിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി സമയത്ത് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ബാലമാമയ്ക്ക് 2 ആമക്കളുണ്ടല്ലോ. അവരെ കല്യാണം കഴിച്ച് ബാലമാമയുടെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് വരണമെന്ന്, എനിക്കൊരു ആശ്വാസമായിട്ട് ബാലമാമൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ സങ്കടങ്ങൾ പറഞ്ഞു ചേർത്ത് പിടിക്കാൻ എന്നും എനിക്ക് ബാലമാമൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആരോട് പറയും എന്റെ മനസ്സിലെന്താണെന്ന്? ബാലമാമയോട് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ മനസ്സിലെ സങ്കടങ്ങൾക്ക് കാരണം ബാലമാമനാണെന്ന്.